സാധാരണ ഫോട്ടോ പശ്ചാത്തലം മാറ്റി നല്ല വസ്ത്രം നൽകി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കാൻ സഹായിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷനകത്തുണ്ട്. നിങ്ങൾക്ക് ഏത് രാജ്യത്തെ ID പ്രൂഫിനായാലും അതിനനുസരിച്ചിട്ടുള്ള പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഫോട്ടോ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദേശത്തേക്ക് കോപ്പി അയക്കാനായാലും നമുക്ക് തന്നെ ഒരു അത്യാവശ്യത്തിന് പാസ്പോർട്ടിൻ്റെ ഡിജിറ്റൽ കോപ്പി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഫോണിനകത്ത് നിന്ന് തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ കൊടുത്തുകൊണ്ടിരിക്കുക. 4 തവണ കണ്ടിന്യൂ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതാണ്. അല്പസമയം കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇതുപോലെ വരും. പർച്ചേസ് ഒന്നും ചെയ്യേണ്ട, ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട്. അത് എക്സിറ്റ് പോയാൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി താഴെയുള്ള പ്ലസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് സെൽഫി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും നല്ലത് ഗാലറിയിലുള്ള ഫോട്ടോ ആണ്. ഗാലറി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത് അത് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കാനിങ് നടക്കുന്നുണ്ടാവും. അത് സ്കാനിങ് പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കണം, അല്ലാതെ താഴെയുള്ള യൂസ് ബട്ടൺ ഉപയോഗിക്കരുത്. അത് സ്കാൻ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഡാർക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ താഴെയുള്ള യൂസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതോടെ വിവിധ രാജ്യങ്ങളിലെ വിവിധ തരം ID പ്രൂഫുകൾക്ക് വേണ്ട ഫോട്ടോ നമ്മുടേതായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇന്ത്യൻ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കാണുന്നതാണ്. ഇനി ഇവിടെയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടും എടുക്കാം. മുകളിൽ സെർച്ച് ബാർ ഉണ്ട്, അതിൽ ഇന്ത്യൻ്റെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓൾറെഡി മുകളിൽ തന്നെ ഇന്ത്യയുടെ എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പശ്ചാത്തലം മാറ്റണമെങ്കിൽ, നിലവിൽ വെള്ളയാണ്, പശ്ചാത്തലം മാറ്റണമെങ്കിൽ ഇത് ഇവിടുന്ന് നമുക്ക് ഇതുപോലെ തന്നെ പശ്ചാത്തലം മാറ്റാം. എന്താണ് വേണ്ടത്? ഇന്ത്യൻ പാസ്പോർട്ടിനൊക്കെ വെള്ളയാണ് ഇപ്പം വേണ്ടത്. ഞാനെന്തെങ്കിലും ഒരു ചാരനിറമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി വലതുഭാഗത്ത് താഴെ ക്ലോത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോയിൽ വെക്കാൻ പറ്റുന്ന ഡ്രസ്സ് ഇവിടെ കാണാം. അത് ഓൾറെഡി മാനിലാണുള്ളത്. സ്ത്രീകൾക്കാണെങ്കിൽ വുമൺ ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതൊരു AI ഫീച്ചറാണ്. നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്ത് തരും. അല്ലാതെ തല മാറ്റി വെച്ച പോലെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായിട്ട് തന്നെ കോട്ട് ധരിച്ച ഫോട്ടോ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കോപ്പി മതിയെങ്കിൽ ഇങ്ങനെ തന്നെ സേവ് ചെയ്യാം. ഇനി കോപ്പി അധികം വേണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര കോപ്പി വേണം, 4 എണ്ണം വേണോ, 6 എണ്ണം വേണോ, 8 എണ്ണം വേണോ, എത്ര കോപ്പി വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാം. അതായത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സൈസിനനുസരിച്ചിട്ടാണ് ഫോട്ടോയുടെ എണ്ണം തിരഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ മുകളിലത്തെ സേവ് ബട്ടൺ കൊടുക്കുമ്പോൾ ഡൗൺലോഡിങ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പരസ്യം കാണണം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. ഡൗൺലോഡ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ 13 സെക്കൻഡുള്ള ഒരു വീഡിയോ ഇതുപോലെ പരസ്യമായിട്ട് വരുന്നതാണ്. ആ 13 സെക്കൻഡ് ആകാൻ കാത്തിരിക്കുക. വീഡിയോ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആ പരസ്യം എക്സിറ്റ് പോകുന്നതോടെ നമ്മൾ എഡിറ്റ് ചെയ്ത ചിത്രം ഗാലറിയിൽ സേവ് ആകുന്നതാണ്. ഓക്കെ, ഞാനൊന്ന് ഗാലറി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് വളരെ വൃത്തിയായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.